കച്ചവടം ഒന്ന് ശരിയായാല് കിട്ടുന്ന ലാഭം അപ്പപ്പോ കൊടുത്ത് ചന്ദ്രയുടെ കടം തീർക്കാം. പണം കൊണ്ടുള്ള കടം. പക്ഷെ കടപ്പാട് എങ്ങനെയാ തീർക്കുന്നത്? ഇനി താമസിപ്പിക്കാതെ വർമ്മ സാറിനെ കണ്ടുള്ള വാസ്തവം തുറന്നു പറയണം. അതിനു മുമ്പ് നമുക്കൊരു വലിയ കാര്യം ചെയ്യാനില്ലേ? നമുക്ക് ചന്ദ്രയെ നടത്തിക്കണ്ടേ? വേണം. എന്റെ കൂടെ നിൽക്കൂ. തളർന്നു പോയി എന്ന തോന്നൽ ആദ്യം ചന്ദ്രയുടെ മനസ്സിന് മായ്ക്കണം. പോകാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നിടത്തെല്ലാം കൊണ്ടുപോകണം. കാണാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം. ഡൺ. ആദ്യം തോന്നിയത് ഒന്നങ്ങ് വീക്കാനാ. അത് കഴിഞ്ഞപ്പോ അതിശയായിരുന്നു. പിന്നെ കള്ളക്കഥകൾ പറഞ്ഞ് കൂത്തു കളിക്കുന്നത് കണ്ടപ്പോ സർക്കസിലെ ബഫൂണിനോടുള്ളത് പോലൊരു രസം. പിന്നെ എപ്പോഴാ അതിഷ്ടായി മാറിയത്? അന്ന് അപ്പോ പോയപ്പോ തിരിച്ചു വരും വരെ ആശുപത്രി ചുവരിലെ ബ്ലോക്ക് നോക്കിക്കിടന്നു. ആ സൂചികൾ ഇനിയും വേഗത്തിൽ ചുറ്റണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോഴാ എനിക്ക് മനസ്സിലായത് അപ്പൂനെ എനിക്കിഷ്ടാണെന്ന്. അപ്പൂ എന്തു പറ്റി പെണ്ണിന്? ഒരു കാര്യം സത്യം പറയട്ടെ. എന്താ? പപ്പ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല ശേല. ആ കണ്ണും മൂക്കും പൊടിക്കൊമ്പ മീശയും എല്ലാം കൂടെ ഒരു അരിസ്റ്റോക്രാറ്റിക് ലുക്ക് ഉണ്ട്. മതി വർണ്ണിച്ചത് മതി. എന്തോ കാര്യം സാധിക്കാനുണ്ടെന്ന് തോന്നുന്നു. എന്താ അത്? പറഞ്ഞോ. ഏയ് അങ്ങനെയൊന്നുമില്ല. പിന്നെ കാര്യം പറഞ്ഞ കളിയാക്കരുത്. അപ്പൊ എന്തോ കുഴപ്പം പിടിച്ച കാര്യമാണല്ലോ. എന്തായാലും പറഞ്ഞു. പിന്നെ എനിക്ക് നിനക്ക് പപ്പ വേണോ ഇത് അച്ഛനോട് പറയാൻ? നീ കാര്യം പറടാ കുട്ടാ. എനിക്ക് ഒരാളെ ഇഷ്ട. എന്നെ ആയിരിക്കും. അല്ല. എന്താ? എന്നെ എനിക്ക് ഇഷ്ടല്ലേ? ഇത് ആ ഇഷ്ടമല്ല, ഇത് വേറൊരു ഇഷ്ട. നിന്റെ ഇഷ്ടത്തിന്റെ ടൈപ്പൊക്കെ എനിക്ക് മനസ്സിലായി. കടന്ന് തത്വവും വിത്തവും പറയാതെ നീ കാര്യം പറ. ഏത് വീരശൂര പരാക്രമിയാ എന്റെ കുട്ടന്റെ മനസ്സിൽ ചാടിക്കയറിയത്? പറയട്ടെ. നിനക്കിഷ്ടപ്പെട്ടവൻ ഏത് മരക്കോന്തനായാലും ശരി, പപ്പായ്ക്ക് സമ്മതം. റെഡി? ആരാ പറ. അപ്പു. ഇതെങ്ങനെയാ പറയാന്നൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. അപ്പൂനിഷ്ടാണോ നിന്നെ? ചന്ദ്രയ്ക്ക് സുഖായിട്ട് പപ്പയുടെ മനസ്സൊന്ന് തണുത്തിട്ട് വേണം പറയാനെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ചന്ദ്രയ്ക്കറിയോ നിങ്ങൾ തമ്മിൽ ഇഷ്ടാണെന്ന്? ആർക്കും അറിയില്ല. ആദ്യം എല്ലാ കാര്യവും ഞാൻ പപ്പയോടല്ലേ പറയാ. പപ്പയല്ലേ ഇന്ന് വരെ എന്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു തന്നിരുന്നത്. ഇനി വേണം ചന്ദ്രയോട് പറയാൻ. എന്നിട്ട് പപ്പയും ചന്ദ്രയും കൂടെ വേണം ഇരവിക്കുട്ടി പിള്ളയുടെ ചെവിയില് ഈ മന്ത്രമോതാൻ. ചന്ദ്രയോട് ഞാൻ പറയട്ടെ? ഇപ്പൊ വേണ്ട. സാധാരണ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പോലല്ലോ ഇത്. ഇക്കാര്യം ആദ്യം പറയേണ്ടത് നിന്റെ അച്ഛനോടല്ലേ? ഞാൻ ഇരവിയോട് കാണട്ടെ. അവന്റെ മനസ്സിലിപ്പോ എന്താണെന്ന് അറിയണമല്ലോ. എന്നിട്ട് മതി.
വേറെ ആരോടെങ്കിലും പറയുന്നത്. ഒരു മകൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കാൻ മറ്റൊരു മകളോട് പറയുക, അങ്ങനെ താനിതിന് കരുതാവൂ. എന്നോട് ഇങ്ങനെ പറയണം? ക്രൂരമായ ഒന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഇഷ്ടപ്പെട്ട പുരുഷനെ മറ്റൊരാൾക്ക് വേണ്ടി കൈവിടാൻ, മറക്കാൻ പാപമാണ് ഞാൻ ചെയ്യുന്നത്, എനിക്കറിയാം. പക്ഷേ വേറെ വഴിയില്ല ഇരവി. ഒരു തളർച്ചയിൽ നിന്ന് കര കയറിയതേ ഉള്ളൂ. ഇനി ഒന്നുകൂടെ താങ്ങാനുള്ള ശക്തി എന്റെ മൂക്കുണ്ടായെന്ന് വരില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ലേഖയോടത് പറയാനുള്ള മനസ്സ്, ധൈര്യം ഒന്നും എനിക്കില്ല. ഉണ്ടെങ്കിൽ ഞാൻ അതിനനുവദിക്കില്ല. കോയമ്പത്തൂർ ഗാന്ധിപുരത്ത് തെരുവില് വിശന്ന് തലചുറ്റി വീണ് കിടന്ന എന്നെ താങ്ങിയെടുത്ത് വാങ്ങിത്തന്ന ഇഡലിയുടെയും ചായയുടെയും കടം പോലും ഇനിയും ഞാൻ വീട്ടിയിട്ടില്ല. പക്ഷെ അതുകൊണ്ടല്ല ഇതെന്റെ മോളോട് പറയാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത്. എന്റെ മോളുടെ മുമ്പില് അവളുടെ ഈ പപ്പ വളരെ വലിയൊരു മനുഷ്യനാണ്. ഈശ്വരനൊപ്പമാ അവളുടെ മനസ്സിൽ അവള് പപ്പയെ ഇരുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ അവളുടെ മുമ്പില് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി തല താഴ്ത്തുക, ഇതിൽ പരം എന്ത് വേദനയാ എന്റെ കുട്ടിക്ക് ഉണ്ടാവാനുള്ളത്? എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ട് ചന്ദ്രകുഞ്ഞിന്റെ വിവാഹം തീരുമാനിച്ചോളൂ. ഇരവി, തന്നെ ഞാനൊന്ന് തൊഴുതോട്ടെ. എനിക്ക് എന്റേതെന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ. ഒരു കളിവാക്ക് പോലും പറഞ്ഞ് നിന്നെ ഞാൻ ഇതുവരെ നോവിച്ചിട്ടില്ല. പക്ഷേ ഇപ്പൊ എനിക്കിത് പറഞ്ഞേ തീരൂ. മോളെല്ലാം മറക്കണം. എല്ലാം ഞാൻ അവരോട് കൈ നീട്ടി വാങ്ങിയിട്ടേ ഉള്ളൂ. ഒന്നും തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. നിനക്കെങ്കിലും അതിന് കഴിയണം. എന്റെ മോള് നന്ദികേട് കാണിക്കില്ല എന്ന് ഞാൻ വാക്ക് കൊടുത്തു. അത് പാലിക്കണം. എന്തായത്? പറയാൻ കഴിയില്ലെങ്കിലൊന്ന് ഭയന്ന എഴുതാനിരുന്നത്. കുറെ എഴുതി ചുരുട്ടിക്കൂട്ടി കീറിക്കളഞ്ഞു. ഒരിക്കലേറ്റ മുറിവിന്റെ പാടുകൾ മാഞ്ഞതേയുള്ളൂ. വീണ്ടും അത് സംഭവിക്കുമോ എന്ന ആവശ്യമില്ലാത്തൊരു ഭയം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാ എത്രയൊക്കെ നീണ്ടൊരു മുഖവുര. അപ്പോ ആശുപത്രിയിൽ വെച്ച് എന്നോട് ചോദിച്ചില്ലേ എന്താ എനിക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന്? ഉത്തരം ഞാനിപ്പോ പറയാം. എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി. ഒരേ ഒരു വാക്കേ ആ കത്തിലുള്ളൂ. ഇനി അത് തുറന്നു നോക്കണ്ട. എനിക്കിഷ്ടമാണ് അപ്പുനെ. ആ, അപ്പു എപ്പോഴാ വന്നേ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കറിയാം, ഞങ്ങൾക്കൊക്കെ അറിയാം, അല്ലേ ചേട്ടാ? അപ്പോ അളിയനും പെങ്ങളും ഞങ്ങളും എല്ലാം കൂടി കാര്യങ്ങളെല്ലാം നീക്കി തുടങ്ങി. അമ്മാവൻ അപ്പുന്റെ അച്ഛന് കത്തെഴുതിയിട്ടുണ്ട്. എന്നോടൊന്നും പറഞ്ഞില്ല. ഇനി എന്തിനാ പറയണത്? പെണ്ണിനും ചെക്കനും ഇഷ്ടായ സ്ഥിതിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കുടുംബക്കാരാ. ചന്ദ്രയ്ക്ക് 1000 നാവാ അപ്പുനെ കുറിച്ച് പറയുമ്പോ. ഷീസ് ത്രിൽഡ്. അപ്പുക്കുട്ട തൊപ്പിക്കാരായി എപ്പ കല്യാണം? മകര മാസത്തിൽ പേര് കെട്ടിയിട്ട് അപ്പ കല്യാണം. അയ്യേ തന്റെ പറയാം. പേടിക്കണ്ട പപ്പ, ഞാനൊന്നും പറഞ്ഞില്ല. നന്ദികേട് കാണിക്കില്ല. ദൈവാധീനത്തിന്റെയും കഷ്ടകാലത്തിന്റെ ഇടയിൽ കിടന്ന് നമ്മൾ ഒരുപാട് ഉരുണ്ട് കളിച്ചു, ഇല്ലേ നൂറേ? പടച്ചോന്റെ സഹായം കൊണ്ട് മാത്ര വലിയ പരിക്കൊന്നും കൂടാണ്ട് നമ്മൾ ഇവിടം വരെ എത്തിയത്. 5 അണയ്ക്ക് ഗതിയില്ലാത്തവൻ ആനയ്ക്ക് വില പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞു പോയതാ. കിട്ടിയാ കിട്ടി, പോയാ പോട്ടെ എന്ന് പറഞ്ഞ്. ആകാശം ഇടിഞ്ഞ് താഴോട്ട് വന്നാലും തലയിൽ താങ്ങാമെന്നൊരു ധൈര്യമായിരുന്നു ഇതുവരെ. കാരണം
നഷ്ടപ്പെടാനൊന്നും ഇല്ലായിരുന്നല്ലോ. പക്ഷെ ഇപ്പോ എന്തൊക്കെയോ നഷ്ടപ്പെടാനുണ്ട് എന്നൊരു തോന്നൽ. വലിയ മിടുക്കനാണെന്ന് ചിലപ്പോഴൊക്കെ ഞാൻ സ്വയം കരുതിയിരുന്നു. പക്ഷെ ഇപ്പം മനസ്സിലായി, നമുക്ക് നിയന്ത്രണമില്ലാത്ത ചിലതൊക്കെ നമ്മളിൽ തന്നെ ഉണ്ടെന്ന്. അവിടെ ബുദ്ധിക്കും സൂത്രത്തിനും ഒന്നും സ്ഥാനമില്ല. നമ്മുടെയൊക്കെ മനസ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒളിച്ചുകളികൾക്കിടയിൽ അറിയാതെയും പറയാതെയും എങ്ങനെയോ ഇഷ്ടപ്പെട്ടു പോയതാണ് ലേഖയെ. ഒരു നുണയിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു നുണ പറഞ്ഞ് ഒടുവിൽ ഊരാക്കുടുക്കായപ്പോൾ ഒരു ജീവശ്വാസം തന്നവളാണ് ചന്ദ്ര. ആർക്ക് നേരെ ഞാൻ കണ്ണടയ്ക്കുക? ആരോടാ ഞാൻ ഇനിയും കള്ളം പറയാ? എനിക്കറിയില്ല. ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. പക്ഷെ എന്നും എല്ലാരെയും സന്തോഷിപ്പിച്ചുകൊണ്ട്, എന്നും സ്വയം ചതിച്ചുകൊണ്ട് ആർക്കും ജീവിക്കാൻ കഴിയില്ലല്ലോ. എനിക്കും അതിന് കഴിയില്ല. പപ്പ, ഞാൻ പോവാ. എങ്ങോട്ട്? ഇംഗ്ലണ്ടിലേക്ക്. ഇനി 6 മാസം കൂടെ കഴിഞ്ഞാൽ അടുത്ത കോഴ്സ് തുടങ്ങും. നേരത്തെ പോയാൽ ആ നാടും അവിടുത്തെ സമ്പ്രദായമൊക്കെ ആയിട്ട് ഒന്ന് പഴകാനും പറ്റുമല്ലോ. പപ്പ, എന്നെ പോവാൻ അനുവദിക്കണം. എന്നെ അനുഗ്രഹിക്കണം. നിന്നെ അനുഗ്രഹിക്കാനുള്ള അർഹത ഈ പപ്പായ്ക്കുണ്ടോ മോളെ? എന്റെ അച്ഛനേക്കാൾ ശാസിക്കാനും ശിക്ഷിക്കാനും അനുഗ്രഹിക്കാനും ഒക്കെ അർഹതയും അവകാശവും ഉള്ളത് എന്റെ പപ്പയ്ക്കല്ലേ? എന്റെ മോക്ക് നല്ലതേ വരൂ. ആരോടും യാത്ര പറയാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. ആ ജോലി അച്ഛനെ ഏൽപ്പിക്കുകയാണ്. എന്റെ മോള് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടല്ലേ? ഏയ്, എന്തിന്? ഉള്ളു മുഴുവൻ വിങ്ങിപ്പൊട്ടിയിട്ട് മുഖത്തൊരു ചിരിയും തേച്ച് പിടിപ്പിച്ച് നടക്കണം നിന്നെ കാണാൻ അച്ഛന് വയ്യ. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്, ആരും കാണാതെ? അപ്പൂന്റെ അച്ഛനുമായി അനിയമുന്ന് സംസാരിച്ചു. നിശ്ചയം നടത്തിക്കൊള്ളാനാ പറഞ്ഞത്. പെങ്ങളും അളിയനും ബന്ധുക്കളായിട്ട് ഇവിടെ ഉണ്ടല്ലോ. വിവാഹം മാത്രം നാട്ടിൽ വെച്ച് മതി എന്ന് പറഞ്ഞു. മറ്റന്നാൾ കാലത്ത് 9 മണിക്കാണ് സമയം കുറിച്ച് തന്നിരിക്കുന്നത്. ഇതാ എനിക്കിഷ്ടായത്. ചന്ദ്രയ്ക്ക് നന്നായി ചേരും. ഇതാ കുറെ കൂടി നല്ലത്. ചന്ദ്ര ഏത് സാരി കൊടുക്കുന്നേ? ഞാനല്ല അതൊന്നും തീരുമാനിക്കുന്നത്, ലേഖയാണ്. അവള് തീരുമാനിക്കണം ഞാൻ എന്തണിയണം, എന്ത് ഉടുക്കണമെന്ന്. അവളോട് ചോദിക്കട്ടെ. ഇവളെവിടെ? എന്നെ ശപിക്കരുത്. എനിക്ക് വേണ്ട, മതി. ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. ഇനിയൊന്നും എന്നോട് പറയരുത്. പറഞ്ഞു കൂടുതൽ നോവിക്കരുത്. സ്നേഹിച്ചവരെ പിരിയുന്നതിന്റെ വേദന എനിക്കറിയാം. ഒരിക്കൽ അനുഭവിച്ചവളാണ്. അന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മറ്റൊരാൾക്കും ഈ അനുഭവം ഉണ്ടാവരുതെന്ന്. അത്ര വലിയ പാപമൊന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാവാം വൈകും മുമ്പ് പ്രായശ്ചിത്തം ചെയ്യാനുള്ള അവസരം ഈശ്വരൻ എനിക്ക് തന്നത്. നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ലേഖയുടേതാണ്, ചന്ദ്രയുടേതല്ല. അപ്പൊ എന്റെ കൂടെ വരൂ.
രേഖ എവിടെ? അവള് പോയി. എവിടേക്ക്? അതൊന്നും എന്നോട് ചോദിക്കരുത്, ഞാൻ പറയില്ല. യാത്ര ചോദിക്കാനുള്ള ധൈര്യം ഇല്ലാതിരുന്നുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഓരോ കുറിപ്പ് എന്നെ ഏൽപ്പിച്ചിട്ട് അവള് പോയി. यात्रियों से निवेदन है कि प्लेटफॉर्म के किनारे से दूर रहें।